ഇന്നത്തെ റെസിപ്പി ഒരു ചോക്ലേറ്റ് ആണ് ചെയ്യുന്നത്. ചോക്ലേറ്റ്സ് എല്ലാവർക്കും അറിയാലോ, 3 തരത്തിലാണ് ചോക്ലേറ്റ് ഉള്ളത്. വൈറ്റ് കോമ്പൗണ്ട്, ഡാർക്ക് കോമ്പൗണ്ട്, മിൽക്ക് കോമ്പൗണ്ട്. ഇതിലെ മിൽക്ക് കോമ്പൗണ്ട് ആണ് നമുക്ക് മിൽക്ക് കോമ്പൗണ്ട് വെച്ചിട്ടുള്ള ചോക്ലേറ്റ്സ് ആണ് നമ്മൾ യൂഷ്വലി നമ്മൾ കഴിക്കുന്ന നമുക്ക് കിട്ടുന്ന ചോക്ലേറ്റ്, എല്ലാവർക്കും ഇഷ്ടമുള്ളത്. പിന്നെ വരുന്നത് പിന്നെ ഡാർക്ക് ഉണ്ട്. ഡാർക്ക് എല്ലാവർക്കും അത്രയ്ക്ക് ഇഷ്ടാവില്ല. കുറച്ച് നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള കുറച്ച് ബിറ്റർ ടേസ്റ്റ് വരുന്ന ചോക്ലേറ്റ് ആണ്. അത് കൂടുതൽ ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് അതായിരിക്കും ഇഷ്ടം. പിന്നെ വൈറ്റ് ചോക്ലേറ്റ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് മിൽക്ക് ചോക്ലേറ്റ് വെച്ചിട്ടാണ്. പിന്നെ ഒരു ഹണി ഡ്യൂ ആണ് അതിൻ്റെ പേര്. ഹണി കൂടെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ഉള്ളിലേക്ക് പുറത്തുനിന്ന് നമ്മൾ കഴിച്ച് ചെല്ലുമ്പോൾ ഉള്ളിലേക്ക് വരുമ്പോൾ ഡാർക്ക് ചോക്ലേറ്റും ഹണിയും ചേർത്തിട്ടുള്ളൊരു ഫ്ലേവർ ടേസ്റ്റാണ് ഉണ്ടാവുക. നമുക്ക് സെയിലിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ചോക്ലേറ്റ് ആണ് ഇത്. ഖത്തറിലെ ഷബ്നം എൻ്റെ ഓൺലൈൻ ചോക്ലേറ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. കുട്ടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ പിക്ചേഴ്സ് എനിക്ക് അയച്ചതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നോക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുക. ഇത് എനിക്കൊരു 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ചോക്ലേറ്റ് 2 ടേബിൾ സ്പൂൺ വേണം. അപ്പോൾ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാൻ മൈക്രോയിലാണ് മെൽറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തു. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ ഹണി ചേർക്കണം. ഞാൻ യൂസ് ചെയ്യുന്ന ഹണി ഇതാണ്. ഇത് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചത് ഡാർക്ക് ചോക്ലേറ്റ് ആയിരുന്നു. ഇനി മിൽക്ക് ചോക്ലേറ്റ്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ മോൾഡിനനുസരിച്ച് കുറച്ച് കൂടുതലും കുറവൊക്കെ വേണ്ടി. നിങ്ങൾ ചെറിയ അധികം ഡീപ്പല്ലാത്ത മോൾഡാണ് എടുക്കുന്നതെങ്കിൽ ചോക്ലേറ്റ് കുറച്ച് മതിയാവും. കുറച്ച് വലിയ മോൾഡിലാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും. 45 സെക്കൻഡ്സാണ് ചെയ്തത്. ഇത് കണ്ട നല്ല നന്നായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്താലും മതി. ഞാൻ കുറച്ച് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. കുറേ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഈ മോൾഡിൽ നിറയെ അങ്ങ് ഒഴിച്ചിട്ട് പിന്നെ കമഴ്ത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പം നിറയെ ഒഴിക്കുന്നില്ല. ഇതിപ്പോൾ ചോക്ലേറ്റ് കമ്പനിയിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇത് നിറയെ അങ്ങോട്ട് ഒഴിക്കും, എന്നിട്ട് ഇങ്ങോട്ട് കമഴ്ത്തുക ചെയ്യുക. ഞാനിപ്പോൾ നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്നിങ്ങനെ ചെരിച്ച് കൊടുത്താൽ തന്നെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വരും. യൂഷ്വലി ഞാൻ പറഞ്ഞു തന്നു, ഇതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ നിറച്ചെടുത്തിട്ട് ഇങ്ങനെ കമഴ്ത്തുക ചെയ്യുക. അപ്പം എല്ലാ മോൾഡിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ വരുമല്ലോ, അതിന് വേണ്ടിയിട്ടും. ഇതിപ്പോൾ എല്ലാ മോൾഡിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ വന്നിട്ടുണ്ട്. എക്സസ് ആയിട്ടുള്ള ഇതുപോലെ ഇങ്ങനെ കമഴ്ത്തുക. ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് ഇതൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തു, സെറ്റായിട്ടുണ്ട്. നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഹണി മിക്സ്, ഹണി ഡാർക്ക് ചോക്ലേറ്റ് മിക്സ് ഉണ്ട്.
ഒന്ന് ടാപ്പ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തത്, ഇനി ഒന്നുകൂടെ എയർ ബബിൾസ് ഒക്കെ പോവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾ ഒഴിക്കുമ്പോൾ കുറച്ച് എക്സസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ സ്ക്രൈപ്പർ വെച്ചിട്ട് ഒന്നുകൂടെ സ്ക്രൈപ്പ് ചെയ്തെടുത്താൽ മതി. ഇത് ഇനി ഫ്രിഡ്ജിൻ്റെ താഴെ വയ്ക്കുക, ഫ്രീസറിൽ വെക്കേണ്ടതില്ല. താഴെ ഒരു 15 മിനിറ്റ് വെക്കാം. ചോക്ലേറ്റ് 15 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അൺമോൾഡ് ചെയ്യാം. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ, ഒരു ഫോഗി കാണുന്നില്ലേ, ഇങ്ങനെയൊരു ഫോഗായിട്ട് പോലെയുള്ള ഒരു കളറ് വരുമ്പോഴാണ് നമ്മൾ എടുക്കുന്നത്. പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നോക്കുമ്പോഴേക്ക് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഡാർക്ക് ചോക്ലേറ്റ്. ഇത് അധികം സെറ്റാവാതെ കുറച്ചൊരു ഈ പുറത്തത്തെ അത്രയും സെറ്റായിട്ടുണ്ടാവില്ല, ഇത് കുറച്ച് ലൂസായിട്ടുണ്ടാവും. എന്നാൽ അധികം ലൂസായിട്ടല്ല, ചെറിയൊരു പേസ്റ്റ് പോലെയാണ്. ഹണി ഡ്യൂ ചോക്ലേറ്റ് കണ്ടല്ലോ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിത് മൈക്രോവേവിൽ വെച്ചിട്ടാണ് അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതേ ഉള്ളൂ. അല്ലെങ്കിൽ സ്റ്റൗവിൽ ചെയ്യാം. സ്റ്റൗവിൽ ചെയ്യുമ്പോൾ താഴെ വയ്ക്കുന്ന പാത്രം ചെറുതും മുകളിൽ വയ്ക്കുന്ന പാത്രം വലുതായിരിക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ. നമുക്കൊരു ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പൈസ വേണ്ടി വരും. പക്ഷെ നമുക്കൊരു 500 രൂപ അതിൻ്റെ താഴെ നിന്നിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ശരിക്കും പറയുകയാണെങ്കിൽ ചോക്ലേറ്റ് ബിസിനസ്. അപ്പോൾ ലേഡീസിനൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ഹൗസ് വൈഫ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന, കുട്ടികൾക്കാണെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്. ഒരുപാട് പേരിപ്പോൾ എൻ്റെ ചോക്ലേറ്റ് ഓൺലൈൻ വീഡിയോ ക്ലാസ് ഉണ്ട്, അതിൽ ഒരുപാട് പേര്, ഒരുപാട് ലേഡീസാണ് കൂടുതലും അത് അറ്റൻഡ് ചെയ്യുന്നത്. ശരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്തവർ ഓൾമോസ്റ്റ് എല്ലാവരും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെയ്തു.